ഇന്നെന്താ പതിവില്ലാത്തൊരു പത്രസ്നേഹം? അത് ഈ RJS ലോക കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, എന്നാലേ ഫീൽഡ് പിടിച്ചിരിക്കാൻ പറ്റും. ഓ പിന്നെ അതിലൊരു പേജ് താ ടോണി. എനിക്ക് ഈ പത്രം വായിക്കുമ്പോൾ അതിലെല്ലാ പേജും ഇങ്ങനെ കൈ പിടിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്ത ഇറിറ്റേഷനാണ്. നിന്റെ ഇറിറ്റേഷൻ നല്ലോണം മാറ്റാൻ വേണ്ടി ഞാൻ ഇന്നലത്തെ പേപ്പറിലെ 2 പേജ് തരാം, പോരെ? ഈ അവസ്മാര രോഗികൾ താക്കോല് പിടിച്ചിരിക്കണ പോലെ നീ ആ പത്രവും കൈ പിടിച്ചിരുന്നോ? അതെ, ഇത് കണ്ടോ? എന്താ ഇതേ റോഡിലെടുത്ത സ്ട്രീക്കിങ് നടത്തിയെന്ന്. അതെന്താ സംഭവം? ആ നട റോഡിൽ കൂടെ തുണിയിലാണ്ട് ഓടിയെന്ന്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് 80കളില്. ആ എനിക്കൊരു വയസ്സുള്ളപ്പ. ആനന്ദേ, നീ ഒരു കാര്യം ഓർക്കണം, ഇങ്ങനത്തെ ഊള വിറ്റുകൾ അടിക്കുമ്പോഴേ മുമ്പേ ഇരിക്കുന്നവർ മണ്ടന്മാരല്ലാന്ന് കേട്ടാ. എന്നാൽ അവന്റെ ഒരു ധൈര്യം, അതൊക്കെയാണ് ധൈര്യം. അല്ലാണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും പോലെ എളുപ്പമല്ല. മതി നിർത്ത്. നീ എന്നെ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞതാ. എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റോഹിച്ച. ലൈഫ് ആയാല് ഒരു ത്രില്ലൊക്കെ വേണം. ഐശ്വര്യ, എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായാലും ഒരു ഹരള്ളൂ. അതെ, എന്നും ലവ് സീനും മെലോ ഡ്രാമയും സെന്റിമെന്റ്സ് ഒക്കെ ആയാല് ബോറടിക്കില്ലേ? കുറച്ച് ആക്ഷനൊക്കെ വേണം. കഴിഞ്ഞ ആഴ്ചത്തെ ആക്ഷന്റെ വേദന മാറിയിട്ട് പോരെ? റോയ്ച്ച, ടോണി പറയുന്നതിലും കാര്യമുണ്ട്. അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഇന്റർവ്യൂവിൽ എനിക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. റോഹിച്ച വലിയ സംഭവമായിരുന്നില്ലേ? കോളേജിലൊക്കെ ഹീറോ ആയിരുന്നില്ലേ? അതുപോലെ. അതൊന്നും വേണ്ട. അപ്പൊ ആ കഥകളൊക്കെ വിടൽസാ? അതെ, അതൊക്കെ ഞങ്ങളും കൂടി വിശ്വസിക്കണമെങ്കിൽ അതൊക്കെ നേരിട്ട് കാണണം. റോഹിച്ച മടിയൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് ഉഷാറായേ. നീ ചായ കുടിച്ചാ? ഇല്ല. ഞാൻ കുടിച്ചോളാം. കിട്ടിയില്ല എനിക്ക് തോന്നി. ഒരിക്കലും ഇതൊക്കെ മാറ്റി വെച്ചതാ ഇവന്മാരിത്. ചെറിയൊരു മാറ്റമൊക്കെ ആവാം അല്ലേ? എന്നും ഈ ഏറും പിടിച്ചോണ്ട് നടന്നിട്ട് എന്താ കാര്യം? അവന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇനി മോങ്ങരുത്. വാടാ, നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. എങ്ങോട്ട് റോഹിച്ച? ചുമ്മാ ഒന്ന് കറങ്ങിട്ട് വരാം, സൺഡേ അല്ലേ? ആ പാറു, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാം. ഞങ്ങളെന്ന് വെച്ചാൽ ആരൊക്കെയാ? ആനന്ദിനെ കൂടി കൊണ്ടുപോകുന്നുണ്ടോ? ആ, ഞങ്ങൾ 3 പേരും. തൽക്കാലം നീ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചേ പറ്റൂ. റോയ്ച്ച, ടോണിനെ കൂട്ടി പൊക്കോളൂ, ആനന്ദ് ഇവിടെ ഇരുന്നോട്ടെ. അത് ശരിയാവൂല. എനിക്ക് 2 പേരും കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. ടോണി, രാവിലെ എണ്ണിട്ട് കഴിഞ്ഞാൽ കുളി എന്നൊരു ചടങ്ങുണ്ട്. നമുക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. പോയി കുളിക്ക്. പേപ്പർ എന്നിട്ട് പേപ്പറിനെ ബലാത്സംഗം ചെയ്തു. ആനന്ദ്, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിയാൻ നോക്ക്. എന്തിന്? നമുക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാലോ. അത് പിന്നെ സംസാരിക്കാലോ. നമ്മള് 2 പേരും ഒരു വീട്ടിൽ തന്നെയല്ലേ? റോയ്ച്ചൻ ഇങ്ങോട്ട് വന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോ അതിലെന്തോ കാര്യമുണ്ട്. അതിലൊരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിട്ട് എന്ത് കാര്യമാണ് റോയ്ച്ചനുള്ളത്? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് എടുത്ത് തീരുമാനല്ലേ? ചുമ്മാ കറങ്ങാനാവും. ചുമ്മാ കറങ്ങാനാണെങ്കിൽ റോയ്ച്ചനല്ലേ വിളിക്കുന്നേ? ഒന്ന് പോയി നോക്കാം. ഞാൻ അവിടെ ഒറ്റയ്ക്കാണെന്ന കാര്യം നീ മറന്നോ? നീ പോണ്ട. ഞാൻ റോയ്ച്ചനോട് പറയുമ്പോ ആനന്ദ് വരുന്നില്ലാന്ന്. പറു, നമ്മളിപ്പോ പഴയ പോലെയല്ല. നമ്മളിപ്പോ ലവേഴ്സാ. പക്ഷെ അതിന്റെ അധികാരം നീ എന്റെ അടുത്ത് എടുക്കരുത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ തിരുത്താൻ നോക്കണ്ട. ആനന്ദ്, നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ ഇങ്ങനെയൊക്കെയാ. ആജ്ഞാപിക്കണ്ട. ഒരു ഗേൾഫ്രണ്ട് അധികാരം ഒന്നും എന്റെ അടുത്ത് എടുക്കാനും നോക്കണ്ട. ഞാൻ പോവാ പാറു. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. അതാര്? അത് നീ, ഞാനല്ല. എന്റെ കാര്യം നോക്കാം. പറയ്. പിന്നെ കളി നീ കണ്ടോ? റോയ്ച്ചൻ എന്തിനാ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നേ? കറങ്ങാൻ വന്നല്ലേ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. രാവിലെ നമ്മളങ്ങനെ പറഞ്ഞ ശേഷം റോയ്ച്ചൻ എന്തൊക്കെയോ മാറ്റമുണ്ട്. എന്ത് മാറ്റം? എനിക്കൊന്നും തോന്നുന്നില്ല. മാറ്റങ്ങളുണ്ട്. ഫോൺ ചെയ്യുന്നതാണോ മാറ്റം? എപ്പിയറൻസിലാകെ മാറ്റം വന്നില്ലേ? നടത്തത്തിലും സംസാരത്തിലും ആകെ ഫ്രീക്കായിട്ടുണ്ട്. അതൊക്കെ കോംപ്ലക്സ് മറക്കാനുള്ള ഷോ ഓഫാ. മൈൻഡ് ചെയ്യണ്ട. ഒക്കെ നമ്മൾ സംസാരിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട്സാ.
ഇനി ചിലപ്പോൾ നമ്മൾ പിരിയേറ്റി വിട്ട് കാരണം പഴയ അലമ്പെല്ലാം തുടങ്ങിയ ആര് റോയിച്ചനോ? എനിക്കറിഞ്ഞൂടെ നമ്മുടെ റോയിച്ചനെ. സാറേ ഒരു 5 രൂപ എടുക്ക് സാറേ. ആ ഞാൻ വിളിക്കാം. എന്തിനാ ഐഫോൺ വാങ്ങാനാ? അല്ല, വീട് സ്വർണം പൂശിക്കാനാ. കളിക്കാണ്ട് കാശ് എടുക്ക് സാറേ. പണി പാളി. ഇവിടെ 2 രൂപ വരുന്നില്ല പാർക്കിംഗ് ഫീ? ആ സാറേ ഇപ്പൊ കൂട്ടി, പെട്രോളിനൊക്കെ വില കൂടിയില്ലേ. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ പൈസ ഇങ്ങോട്ട് വരേണ്ടി വരും. ശരിയാടാ, റോയിച്ചന് എന്തോ മാറ്റമുണ്ട്. അല്ലെങ്കിൽ 5 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ തല്ലുകൂട്ടില്ല. നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കണം, പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീ അടയ്ക്കണം. വൃത്തിയായിട്ട നിയമങ്ങൾ. വേറെ എല്ലാരും പൈസ തരുന്നുണ്ടല്ലോ, പിന്നെ സാർക്ക് മാത്രം എന്താ? എന്നാ ഞാനിപ്പോ വണ്ടി എടുക്കുന്നില്ല. മുഴുവൻ കാശ് മുതലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. വന്നോളൂ ഓരോ നാശങ്ങള്. പോയേ പോടാ. ആ. പട്ടി കഴിക്കോ? ചിഞ്ചു, ഹായ്, നീരജ് എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയി വരുന്നവരോ. ചിഞ്ചു അങ്ങോട്ടാ? ഞാൻ കോഫി ഷോപ്പിലോട്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയി, ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാ വാ കോഫി ഷോപ്പിലേക്ക് നടക്കാം. അതിന് നീരജ് ഇങ്ങോട്ടേക്കല്ലേ? അങ്ങോട്ടേക്ക് ആയിരുന്നു, ഇപ്പൊ ചിഞ്ചുവിനെ കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് ആക്കി. ഓക്കെ. ടോണിയുടെ മുമ്പിൽ നമുക്ക് ഇതേവരെ ശരിക്കൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അതിന് ഫോൺ വിളിക്കുന്നതായി കാണിച്ചാ പോരെ, എന്തിനാ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുന്നത്? വേണം വേണം, നേരിട്ട് കാണിച്ചു കൊടുക്കണം. നിനക്ക് ടോണിയെ വേണം? വേണം. എന്നാ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരും. പിന്നെ പാറുവിനോട് പറയണ്ട ഞാനാണ് ലവറെന്ന്. തൽക്കാലം ടോണി മാത്രം അറിഞ്ഞാ മതി. ശരി, ടോണി മോനെ എനിക്ക് കിട്ടുമോ? പാർ ചേച്ചി പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആവും. ഞാനല്ലേ ചിഞ്ചുവിന്റെ ഒപ്പം ഉള്ളത്. പിന്നെ ചിഞ്ചുവിനെ ഞാൻ പ്രേമിച്ച് 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 എന്താ? അല്ല, ചിഞ്ചുവിനെ ഞാൻ പ്രേമിക്കുന്നതായിട്ട് അഭിനയിച്ച് ടോണിനെ കൊണ്ട് പ്രേമിപ്പിക്കും. പാറു, താങ്ക്സ് എ ലോട്ട്.